ഈശ്വമിശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക് പെസഹ അഷ്ടദിനത്തിലെ ബുധനാഴ്ച, ലൂക്കാൻ സുവിശേഷം 24 13 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ. എമാവൂസ് സംഭവമാണ് ഈ സുവിശേഷഭാഗത്ത് നമ്മൾ കാണുന്നത്. നമ്മൾ ക്രിസ്തു ഉദ്ധാനം ചെയ്തതിന് ശേഷം സംഭവിക്കുന്ന കാര്യങ്ങളിലെ ഏറ്റവും മനോഹരമായ രംഗങ്ങളിലൊന്നാണ് എമാവൂസ് സംഭവം എന്ന് പറയുന്നത്. മറ്റൊന്ന് തിബേരിയാസ് സംഭവമാണ്. ഈ എമാവൂസ് സംഭവത്തിൽ ക്രിസ്തു ശിഷ്യന്മാരിങ്ങനെ ജെറുസലേമിൽ നിന്നും ഏകദേശം 60 സ്റ്റാത്യോൺ അകലെയുള്ള എമാവൂസിലേക്ക് യാത്ര പോവുകയാണ്. ഒരു സൂര്യാസ്തമയത്തിന്റെ ദിക്കിലേക്ക് പോകുന്ന, അല്ലെങ്കിൽ ഒരു ഇരുട്ടിലേക്ക് പോകുന്ന രീതിയിലാണ് ഇത് അവതരിപ്പിക്കുന്നത്. ഈ യാത്ര തുടരുന്ന സമയത്ത് 16-ാമത്തെ വാക്യം, 24-ാം 13 മുതൽ 35 വരെയാണ്. അത് 16-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, അവനെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു. നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടുള്ളൊരു കാര്യമാണ്. ബുദ്ധനെ പലർക്കും തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സത്യാവസ്ഥ. ഇവിടെ അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു എന്ന് തന്നെ എഴുതുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വഴിയെ വായിക്കും. പിന്നെ പറയുന്നൊരു കാര്യം ഇങ്ങനെയാണ്, ഈശോയോട് തന്നെ ഈശോയാണെന്ന് മനസ്സിലാക്കാതെ ഇവർ കാര്യങ്ങളെല്ലാം വിവരിച്ചു കഴിയുമ്പോൾ ഈശോ അവരോട് തിരിച്ചു ചോദിക്കുന്ന ചോദ്യമുണ്ട്. ഇങ്ങനെ പ്രവാചകന്മാർ പറഞ്ഞതൊന്നും പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത് വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഹൃദയം മന്ദീഭവിച്ചവരെ ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ എന്ന് അവരോട് ചോദിക്കുകയാണ്. എന്നിട്ട് അവർക്ക് പിടികിട്ടുന്നൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് പറയുന്നതിനാണ്, അവർ എത്തേണ്ടിയിരുന്ന ഗ്രാമത്തോട് അടുത്തു, അവനാകട്ടെ യാത്ര തുടരുകയാണെന്ന് ഭാവിച്ചു. നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുള്ളതാണ്. ഈശോ അവിടെ ഒരു അഭിനയിക്കുകയാണ്, ഇങ്ങനെ പോകാൻ പോകുന്ന പോലെയൊക്കെ നിൽക്കുന്നു, പോകത്തില്ല. പക്ഷെ അപ്പോഴാണ് അവർ പറയുന്നത്, നേരം വൈകിയിരിക്കുന്നു, പകൽ അസ്തമിക്കാറായി, അവൻ അവരോട് ഞങ്ങളോട് കൂടെ താമസിക്കുക എന്ന് അവനോട് അവർ അപേക്ഷിക്കുകയാണ്. മാനേനോ ബിസ്കം ദോമനെ സ്റ്റേ വിത്ത് us ലോർഡ്, നാഥ ഞങ്ങളോട് കൂടെ വസിക്കണേ എന്നൊക്കെയുള്ള ആ വളരെ സുന്ദരമായ പ്രസിദ്ധമായ വാക്യം. അപ്പൊ ഇങ്ങനെ ഞങ്ങളുടെ കൂടെ നേരം വൈകുന്നു, പകൽ അസ്തമിക്കാറായി. നേരം വൈകുന്നു, പകൽ അസ്തമിക്കും. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഇരുട്ട് കയറുന്നു എന്ന് അതിനർത്ഥം. ഇരുട്ട് വെളിച്ചം എന്നതിനെ കുറിച്ച് നമ്മൾ പരാവർത്തി കണ്ടിട്ടുണ്ട്. യൂദാസ് ഇരുട്ടിലേക്ക് ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞാലും നിക്കോദെമോസ് ഇരുട്ടത്ത് വന്നു എന്ന് പറയുന്നതിലും ഒക്കെ ഇതിങ്ങനെ നമ്മൾ ആവർത്തിക്കുന്നുണ്ട്. ഇവിടെ അവരുടെ ജീവിതത്തിലേക്ക് ഇരുള് വീണുകൊണ്ടിരിക്കുക. കണ്ണ് മൂടപ്പെട്ട് കഴിഞ്ഞു, ഇരുള് വീണുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈശോ അവരുടെ കൂടെ, ഞങ്ങളുടെ കൂടെ താമസിക്കുക. അപ്പോൾ ജീവിതത്തിൽ ഇരുള് വീണ് തുടങ്ങുമ്പോൾ അവനെ കൂടെ കൂട്ടണം. ഈ സുവിശേഷഭാഗം നൽകുന്ന ഏറ്റവും മനോഹരമായ ചിന്ത ഇതാ. ജീവിതത്തിൽ ഇരുള് വീണ് തുടങ്ങുന്നു എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ ക്രിസ്തുവിനെ കൂടെ കൂട്ടിക്കോണം, ഇല്ലെങ്കിൽ മൊത്തത്തിൽ ഇരുട്ടായി പോകും. ക്രിസ്തു പറഞ്ഞിട്ട് ഞാനാണ് ലോകത്തിന്റെ വെളിച്ചമെന്ന്. അവനെ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ജീവിതം പ്രകാശമാനമാകും. പിന്നെ പറയുന്ന കാര്യം ഇങ്ങനെയാണ്, അവൻ അവരോടുകൂടെ താമസിക്കാൻ കയറി. അവരോടൊപ്പം ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അപ്പം എടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു. അപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. അപ്പം മുറിച്ചപ്പോൾ അവരുടെ കണ്ണ് തുറന്നു. പക്ഷെ ഈ കണ്ണിലേക്ക് വെളിച്ചം എവിടെ നിന്നെത്തി എന്നുള്ളതാണ് തൊട്ടടുത്ത വരി പറയുന്നത്. 24-ാം അധ്യായത്തിൽ 29, 30, 31, 32 വാക്യങ്ങളാണിത്. അടുത്ത വരി പറയുന്നത് ഇങ്ങനെയാണ്, അവർ പറയുകയാണ്, അപ്പോൾ അവരുടെ കണ്ണ് തുറക്കപ്പെട്ടു, അവർ അവനെ തിരിച്ചറിഞ്ഞു, പക്ഷെ അവൻ അവരുടെ മുമ്പിൽ നിന്നും അപ്രത്യക്ഷനായി. അവർ പരസ്പരം പറഞ്ഞു, വഴിയിൽ വെച്ച് വിശുദ്ധ ലിഖിതം വിശദീകരിച്ചുകൊണ്ട് നമ്മോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ? ഹൃദയത്തിലെ സ്നേഹത്തിന്റെ തീ കെട്ടുപോയി. ആ കനലിന്റെ അവസാന തീപ്പൊരിയും കെട്ടുപോകുന്നൊരവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് ഇരുള് വീണ് തുടങ്ങി, പകൽ അസ്തമിക്കാറായി, ഞങ്ങളോട് താമസിക്കുമെന്ന് അവര് ഈശോയോട് ചോദിക്കുന്നത്. അപ്പൊ അവന്റെ വചനം നമ്മളെ സ്നേഹത്തിന്റെ തീ പിടിപ്പിക്കും. ഹൃദയം തീ പിടിച്ചു തുടങ്ങുമ്പോൾ ആ തീ കണ്ണിലെത്തും, കണ്ണ് തുറക്കും. അപ്പം മുമ്പിൽ എത്തുന്ന സമയത്ത് ഹൃദയത്തിൽ തീ ഉണ്ടെങ്കിലേ കണ്ണ് തുറക്കത്തുള്ളൂ. ഹൃദയത്തിൽ തീയില്ല, വചനം കൊണ്ട് ഹൃദയം സ്നേഹത്തിന് തീ പിടിച്ചതല്ല എന്നുണ്ടെങ്കിൽ ദിവ്യകാരുണ്യ അപ്പത്തിന് മുമ്പിൽ പോയി ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല, വെറുതെ പോയി ഇരിക്കാം. പക്ഷേ വചനം കൊണ്ട് സ്നേഹത്തിന്റെ തീ പിടിച്ചൊരു ഹൃദയം നമുക്കുണ്ടെങ്കിൽ ദിവ്യകാരുണ്യമാകുന്ന ജീവന്റെ അപ്പം ഈശോയുടെ മുമ്പിൽ ചെന്ന് നമ്മൾ ഇരിക്കുമ്പോൾ കണ്ണു തുറക്കും, പുതിയ കാഴ്ചകൾ തെളിയും. പകൽ അസ്തമിക്കാറായെന്ന് നേരത്തെ പറഞ്ഞല്ലോ, ഇരുള് വീണ് തുടങ്ങുന്ന നേരത്തെ പറഞ്ഞല്ലോ, അതങ്ങ് തീരും. പ്രകാശം കയറി വരുന്നു, വീണ്ടും പകലാകുന്നു, ജീവിതത്തിൽ വെളിച്ചം നിറയുന്നു, പുതിയ കാഴ്ചപ്പാടോടുകൂടി ജീവിതം മുന്നോട്ട് നയിക്കാൻ സാധിക്കുന്നു. ഇതാണ് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പൊ ഹൃദയത്തിലെ സ്നേഹത്തിന്റെ തീയാണ് കണ്ണിന് വെളിച്ചം നൽകുന്നതെന്ന് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലെങ്കിൽ കണ്ണിനിരുട്ടാ.
ഇതാണ് നമ്മൾ സുവിശേഷഭാഗത്ത് നിന്നും മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഈ എമ്മാവൂസ് സംഭവത്തിൽ നമുക്ക് ഓരോ വരികളിൽ നിന്നും ഓരോ പുതിയ കാര്യങ്ങൾ കണ്ടെത്താമെങ്കിലും ഈ ഹൃദയം ജ്വലിപ്പിച്ച് കണ്ണ് തെളിയിക്കുന്ന ആ ഒരു വെളിച്ചത്തിന്റെ ഉത്സവത്തിലേക്ക്, ആഘോഷത്തിലേക്ക് നമുക്ക് പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യം ഇതാണ്. നേരം വൈകുന്നു, പകൽ അസ്തമിക്കാറായി, ജീവിതത്തിൽ ഇരുൾ വീണ് തുടങ്ങുന്നു എന്ന് തിരിച്ചറിയുമ്പോൾ വെളിച്ചമായവനെ കൂടെ കൂട്ടുക. ഹൃദയം ജ്വലിക്കും സ്നേഹം കൊണ്ട്, കണ്ണു തെളിയും അതേ സ്നേഹം കൊണ്ട്. അങ്ങനെ വീണ്ടും അവനോടൊപ്പം നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കുകയും ചെയ്യും. എമ്മാവൂസ് ശിഷ്യന്മാരുടെ അനുഭവം നമ്മളുടെ ജീവിതത്തെയും പ്രകാശപൂരിതമാക്കി തീർക്കുമാറാകട്ടെ.